ഹായ് ഓൾ, വെൽക്കം ടു ക്ലാസ്മേറ്റ്സ് മലയാളം. സോ നമ്മൾ 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ലേറ്റസ്റ്റ് സിലബസ് അനുസരിച്ചുള്ള മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അത് നമ്മൾ സെക്കൻഡ് പാർട്ടാണെന്ന്. പാരലൽ ലൈൻസ് സെക്കൻഡ് പാർട്ട്. അതിൽ സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമുക്ക് കിട്ടിയതെന്നുള്ള കാര്യം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യണം കേട്ടോ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് പഠിച്ച് നിർത്തിയത്? സോ ഒരേ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കുന്ന സമാന്തര വരകൾ ഏത് വരെയും മുറിക്കുന്നത് ഒരേ നീളമുള്ള ഭാഗങ്ങളായിട്ടാണ്. അതായത് പാരലൽ ലൈൻസ് സമാന്തര വരകൾ എപ്പോഴും എന്ത് ചെയ്യും? അവയെ മുറിച്ച് കിടക്കുന്ന വരകളെ എന്ത് ചെയ്യും? തുല്യമായിട്ട് ഭാഗിക്കും. അത്രേ ഉള്ളൂ കേട്ടോ. പാരലൽ ലൈൻസ് ഏത് ലൈനിനെയും ഈക്വൽ പാർട്ടായിട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ മൊത്തത്തിലുള്ള കോൺസെപ്റ്റ്. സോ ആ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് ഒരു സോൾഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണ് നോക്കാം. ഇതാണ് ചോദ്യം. 7 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ, 7 സെൻറ്റിമീറ്റർ ലൈനിനെ നമുക്ക് എന്ത് ചെയ്യണം? 3 ഈക്വൽ പാർട്സ് ആയിട്ട് എന്ത് ചെയ്യണം? മുറിക്കണം. 3 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കണം. 7 സെൻറ്റിമീറ്റർ നീളമുള്ള വരയെ 3 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കണം. എങ്ങനെ മുറിക്കും? ഇതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് കണക്ക് ചെയ്ത് കണ്ടുപിടിക്കാം അല്ലേ, അളവ് കണ്ടുപിടിക്കാം, എളുപ്പമാണ്. എന്താണ് 7 ഡിവൈഡഡ് ബൈ 3? അപ്പോൾ എന്ത് കിട്ടും? 2 ടൈംസ് ആണ് പോവുക അല്ലേ. സോ 6, 2 ടൈംസ് 3 എന്ന് പറഞ്ഞാൽ 6, 3 × 2 6, റിമൈൻഡർ എന്ത് വരും? 1. നമുക്ക് മിസ്റ്റർ ഭിന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എന്താണ് 2 1/3 അല്ലേ, 2 3/1 ഇങ്ങനെ നമുക്ക് എഴുതാം. ഈ 3/1 എന്ന് പറഞ്ഞ അളവ് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? അതായത് 2.333 എന്നാണ് ഇതിൻ്റെ അർത്ഥം. 2.33333 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു പോകും. ഇങ്ങനെ ഒരു അളവ് നമുക്ക് സ്കെയിലിൽ എടുക്കാൻ പറ്റുമോ? സ്കെയിലിൽ എടുക്കാൻ പറ്റില്ല. അതാണ് അവിടുത്തെ ഒരു വിഷയം. 2.3 നമുക്ക് എടുക്കാം, പക്ഷേ 2.33333 എന്ന് പറഞ്ഞു പോകുന്ന ഒരളവ് നമുക്ക് സ്കെയിലിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ സ്കെയിലിൽ എടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റ് ടെക്നിക്കുകൾ യൂസ് ചെയ്ത് വരയ്ക്കണം. അതിനാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചൊരു ടെക്നിക്ക്. ഇതാണ് 7 സെൻറ്റിമീറ്റർ നീളമുള്ള വരെ നമുക്ക് 3 തുല്യ ഭാഗങ്ങളാക്കണം. അത് ബുദ്ധിമുട്ടാണ് അല്ലേ, നമുക്ക് കുറച്ച് പാടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് എന്തറിയാം? 6 സെൻറ്റിമീറ്റർ നീളമുള്ള വരെ 3 തുല്യ ഭാഗങ്ങളാക്കാൻ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? 3 ഈക്വൽ പാർട്സ് ആക്കാൻ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? 2 സെൻറ്റിമീറ്റർ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? അതിനെ മുറിക്കും അല്ലേ. 6 സെൻറ്റിമീറ്റർ വരെ 2 സെൻറ്റിമീറ്റർ വെച്ച് മുറിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 3 ഭാഗങ്ങൾ കിട്ടും. ആ കോൺസെപ്റ്റാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ഒരു 3 വരകൾ, ഓക്കെ, അല്ലെ 3-4 വരകൾ, 4 പാരലൽ ലൈൻസ്, ഓക്കെ, 4 സമാന്തര വരകൾ 6 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു വരയെ 3 തുല്യ ഭാഗം, അതായത് 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് വരച്ചാൽ അത് മറ്റേത് വരെ എന്ത് ചെയ്യും? അതുപോലെ സമഭാഗം ചെയ്യും കേട്ടോ. മറ്റേത് വരെ അതുപോലെ സമഭാഗം ചെയ്യും. 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുമെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. ഇത് 2.5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 2.5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത് 2.5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഈ കാണുന്ന ഇങ്ങനെ പോകുന്നത് ഇത് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതെന്തായിരിക്കും? 3 ആയിരിക്കും. ഇതെന്തായിരിക്കും? 3 ആയിരിക്കും. അങ്ങനെ എന്തായിരിക്കും? ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും എന്നുള്ള കോൺസെപ്റ്റ് എപ്പോഴും ഓർമ്മ വയ്ക്കുക കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നോക്കാം. 7 സെൻറ്റിമീറ്റർ മുറിക്കാൻ പാടാണ്. പകരം നമുക്ക് എന്ത് ചെയ്യാം? 6 സെൻറ്റിമീറ്ററിനെ 3 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കുക. എത്ര? 2 സെൻറ്റിമീറ്റർ വെച്ച്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് 2 സെൻറ്റിമീറ്റർ നീളമുള്ള അകലമുള്ള പാരലൽ ലൈൻസ് എന്ത് ചെയ്യുന്നു? വരയ്ക്കുന്നു. 4 പാരലൽ ലൈൻസ്. നമുക്കറിയാം 3 ഈക്വൽ പാർട്ട് ആക്കണമെങ്കിൽ നമ്മളിപ്പോൾ റഫായിട്ടൊരു ഫിഗർ വരച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3 ഈക്വൽ പാർട്ട് വേണമെങ്കിൽ 4 പാരലൽ ലൈൻസ് വേണം കേട്ടോ അല്ലേ. 3 ഈക്വൽ പാർട്ട് ഞാൻ തൊട്ട് മുമ്പ് വരച്ച ലൈൻ നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ 3 ഈക്വൽ പാർട്ട് വേണമെങ്കിൽ ഇതിനിടയ്ക്ക് 3 തുല്യ ഭാഗങ്ങൾ വരണമെങ്കിൽ 4 സമാന്തര വരകൾ വേണം. അതുകൊണ്ട് 2 സെൻറ്റിമീറ്റർ നീളമുള്ള അകലത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? നമ്മൾ 4 സമാന്തര വരകൾ വരച്ചു. തുല്യ അകലമുള്ള സമാന്തര വരകൾ വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇനി ഇവിടെ നിന്ന് ഒരു പോയിന്റിൽ നിന്ന്, ഇവിടെ നിന്ന് തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് കോമ്പസിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 7 സെൻറ്റിമീറ്റർ അളന്നെടുക്കുക. കോമ്പസിൽ നിങ്ങൾ 7 സെൻറ്റിമീറ്റർ അളന്നെടുത്തിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഈ അവസാനത്തെ വരയിലേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, അവസാനത്തെ വരയിലേക്ക് ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ഇതിനെ തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടിമുട്ടിക്കുക. സോറി, സ്ട്രെയിറ്റ് ആയില്ലല്ലോ. ഇവയെ തമ്മിൽ അങ്ങ് കൂട്ടിമുട്ടിച്ച് വേണം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? കൂട്ടിമുട്ടുന്ന ഒരു ലൈൻ വരച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആയിരിക്കും, ഇത് എക്സ് ആയിരിക്കും. അതായത് തുല്യ രീതിക്ക് മുറിയും. അപ്പോൾ നമ്മളിത് 7 സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്തുകൊണ്ട് അതിനെ 3 തുല്യ ഭാഗങ്ങളായിട്ട് മാറും. അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് 2 3/1 കേട്ടോ. ഇത്രയും സെൻറ്റിമീറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ട് ഡിവൈഡ് ആയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം ഇത് തുല്യ ഭാഗങ്ങളാണോ? ഇത് മൊത്തം 7 സെൻറ്റിമീറ്റർ ആണെന്നല്ലേ നമുക്ക് ഉറപ്പുള്ളൂ അല്ലേ. ഇത് മൊത്തം 7 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് ഉറപ്പുണ്ട്. കാരണം നമ്മളത്
കോമ്പസിൽ അളന്ന് വരച്ചതാണ്, 7 സെൻറ്റിമീറ്റർ ആണെന്ന് അളന്ന് വരച്ചതാണ്. ഇനി ഇത് ഈക്വൽ പാർട്ടാണെന്ന് എങ്ങനെ നോക്കും? ഡിവൈഡർ എടുക്കുക, ഒരു പോയിന്റ് ഇവിടെ, ഒരു പിന്നിവിടെ, ഒരു പിന്നിവിടെ. ഈ അളവ് ആദ്യം മെഷർ ചെയ്യുക. മെഷർ ചെയ്യുക മീൻസ് ഈ അളവ് ആ ഡിവൈഡറിൽ എടുക്കുക. എന്നിട്ട് അടുത്ത പിന്നെ എന്ത് ചെയ്യുക? ഇതിനിടയ്ക്ക് ആ അളവിനെ വച്ച് നോക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ എന്താണ്? ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. അടുത്ത് ഇതിനും ഇടയ്ക്ക് വെച്ച് നോക്കുക. അപ്പോൾ ഇതും കറക്റ്റായിട്ട് മാച്ച് ആവുകയാണെങ്കിൽ എന്താണ്? ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ മൂന്നും എന്താണ്? തുല്യ ഭാഗങ്ങളായിട്ട് മുറിഞ്ഞു എന്ന് നമുക്ക് പറയാം. അതിൻ്റെ അളവ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി എത്രയാണ് അളവ് എന്നുള്ളത്. സോ ഇങ്ങനെ ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ട് മുറിയും. നമുക്ക് എന്ത് കിട്ടും? അളവ് എന്ത് വരും? അളവെന്ന് പറയുന്നത് നമുക്ക് 7 സെൻറ്റിമീറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞാണ് ഈ ആർക്ക് വരയ്ക്കുന്ന രീതി. സോ അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 7/3 എന്താ വരുന്നത്? 2/3. ഓക്കെ, ഈ ഇത്രയും ഓരോ സെക്ഷൻ്റെയും അളവ് ഇത്രയാണ്. ഇത് നമ്മൾ അളന്ന് കണ്ടുപിടിച്ചതല്ല, ഇത് കണക്ക് ചെയ്താണ് ഈ അളവ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ അളന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡിവൈഡർ എടുത്തിട്ടാണ്. ഈ 2 പച്ച കുത്തുണ്ടല്ലോ, ഇതിനിടയ്ക്കുള്ള അളവെടുക്കുക. അത് തന്നെയാണ് ഇതൊന്ന് നോക്കുക, അതിനാണ് ഇതൊന്നും നോക്കുക. അതാണ് ഡിവൈഡറിൻ്റെ യൂസ് കേട്ടോ. ഡിവൈഡറിൻ്റെ യൂസ് വല്ലപ്പോഴും ഡിവൈഡർ നമുക്ക് യൂസ് ചെയ്യാൻ ഇങ്ങനത്തെ കണക്കുകൾ വരുന്നത് ഹെൽപ്ഫുൾ ആണ്. എന്താണ് ഡിവൈഡറിൻ്റെ യൂസ് നമുക്ക് ശരി, ബാക്കിയുള്ള എല്ലാം അളവെടുത്ത് വരയ്ക്കാനുള്ള. ഡിവൈഡർ എന്ന് പറഞ്ഞാൽ വരച്ചത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ചെക്കിങ് ഇൻസ്ട്രുമെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഡിവൈഡർ വരുന്നത്. നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ചെക്ക് ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ, ശരി. ഇത് നമ്മളിപ്പോൾ വരച്ചില്ലേ ഈ പാരലൽ ലൈൻസ് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ വരച്ചു. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, അങ്ങനെ വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല. അത് നമ്മൾ ആദ്യം പഠിച്ച കോൺസെപ്റ്റ് പോലെയാണ് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നത്. പിന്നീട് നമ്മൾ കുറച്ച് എന്താണ് ചരിച്ച് വരച്ചാൽ എന്ത് ചെയ്യും? ചരിച്ച് വരച്ചാലും മതി. ഏതൊരു പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ലൈനിനെ മാത്രമല്ല, ഏത് ലൈനിനെ എന്ത് ചെയ്യും? സമഭാഗം ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പാരലൽ ലൈൻസിന് എന്ത് ചെയ്യാം? ചരിച്ചും വരയ്ക്കാം കേട്ടോ. പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ വേണമെന്നില്ല. 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് വെച്ചിട്ട് പാരലൽ ലൈൻസ് ചരിച്ച് നമുക്ക് വരയ്ക്കാം. എന്നിട്ട് അതുപോലെ കോമ്പസിൽ എന്ത് ചെയ്യുക? 7 സെൻറ്റിമീറ്റർ മെഷർ ചെയ്ത് എന്ത് ചെയ്യുക? ഇവിടെ വയ്ക്കുക, ഇവിടെ ഒരു ആർക്ക് മാർക്ക് ചെയ്യുക, എന്നിട്ട് ഇതിനെ കണക്ട് ചെയ്യുക. എന്നിട്ട് ഡിവൈഡർ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഈ ഡിസ്റ്റൻസുകളെല്ലാം ഈക്വൽ ആണോ, ഈ ചെറിയ സെക്ഷനും ഈ സെഗ്മെന്റ്സ് എല്ലാം ഈക്വൽ ആണോ എന്ന് നോക്കിയാൽ മതി. അത് ഈക്വൽ ആയിരിക്കും കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം നിർബന്ധമില്ല. ഇനി നമ്മൾക്കൊരു കണക്ക് തന്നു കഴിഞ്ഞാൽ, പരീക്ഷയ്ക്ക് ഒരു കണക്ക് വരികയാണെങ്കിൽ ചെയ്യാൻ എളുപ്പമെന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന അളവിനെ ആദ്യം വരയ്ക്കുക എന്നുള്ളതാണ്. തന്നിരിക്കുന്ന അളവിനെ ആദ്യം എന്ത് ചെയ്യുക? ഹൊറിസോണ്ടലായിട്ട് നമുക്ക് ഒരു നേർരേഖയായിട്ട് ഇപ്പോൾ 7 സെൻറ്റിമീറ്റർ ആ കണക്ക് എങ്ങനെ നമുക്ക് ചെയ്യുമെന്ന് നോക്കാം. നമുക്കൊരു 7 സെൻറ്റിമീറ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നെങ്കിൽ 7 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യുക? നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കുക കേട്ടോ. അവിടെ നമുക്ക് 6 സെൻറ്റിമീറ്ററിൻ്റെ അല്ലേ, അപ്പോൾ 3 ഭാഗങ്ങളായിട്ട് മുറിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 6 സെൻറ്റിമീറ്റർ എടുത്തു അല്ലേ. 6 സെൻറ്റിമീറ്റർ നമുക്ക് എന്ത് ചെയ്യാം? ചരിച്ച് ഇങ്ങോട്ട് വരയ്ക്കാം. 6 സെൻറ്റിമീറ്റർ വരയ്ക്കാം. എന്നിട്ട് അതിനെന്ത് ചെയ്യാം? 3 ഈക്വൽ പാർട്ടായിട്ട് മാറ്റാം. 3 ഈക്വൽ പാർട്ടായിട്ട് മാറ്റിയിട്ട് ഈ പാരലൽ ലൈൻസ് ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യുക? പാരലൽ ലൈൻസ് ആദ്യം ഇതിനെ യോജിപ്പിക്കുക, എന്നിട്ട് അതിന് പാരലായിട്ട് എന്ത് ചെയ്യുക? അടുത്ത വര വരയ്ക്കുക, അടുത്ത വര വരയ്ക്കുക. അപ്പോൾ നിങ്ങൾ 7 സെൻറ്റിമീറ്റർ എന്താവും? ഈ ABC എന്ന് പറഞ്ഞാൽ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. അതിൽ AD എന്തിന് തുല്യമായിരിക്കും? DEക്ക് തുല്യമായിരിക്കും, അടുത്ത് BEക്കും തുല്യമായിരിക്കും കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് വരയ്ക്കും. അടുത്തൊരു കണക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി മനസ്സിലായിക്കോളും കേട്ടോ. നമ്മളിനി അടുത്ത് അങ്ങനെ ഒരു കണക്ക് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എളുപ്പം എന്താണ്? ആദ്യം തന്നിരിക്കുന്ന അളവിന് എന്ത് ചെയ്യുക? വരയ്ക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോൾവ് ആയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. സോൾവ് ആയിട്ടുള്ള ഡ്രോ എ ലൈൻ 10 സെൻറ്റിമീറ്റർ ലോങ് ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻറ്റു 3 ഈക്വൽ പീസസ് എന്നാണ്. 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ച് അതിനെ 3 സമഭാഗങ്ങളാക്കുക. 3 സമഭാഗങ്ങളാക്കാൻ എത്രയാണ് തന്നിരിക്കുന്നത്? 10 സെൻറ്റിമീറ്റർ. 10 സെൻറ്റിമീറ്ററിന് 3 എണ്ണം ആക്കുക എന്ന് പറഞ്ഞാൽ പാടാണ്. നമുക്ക് എന്തറിയാം? നമുക്ക് 6 സെൻറ്റിമീറ്ററിന് 3 തുല്യഭാഗങ്ങളാക്കാം, 9 സെൻറ്റിമീറ്ററിന് 3 തുല്യഭാഗങ്ങളാക്കാം. എത്ര കിട്ടും? 6ൻ്റെ ആണെങ്കിൽ നമുക്ക് 2 സെൻറ്റിമീറ്റർ വീതം കിട്ടും, 9ൻ്റെ ആണെങ്കിൽ നമുക്ക് 3 സെൻറ്റിമീറ്റർ വീതം കിട്ടും. പക്ഷെ 10ൻ്റെ അത് എങ്ങനെ കിട്ടും? 10ൻ്റെ അത് ബുദ്ധിമുട്ടാണ്. നമുക്കൊന്ന് 10ൻ്റെ ഒന്ന് ചെയ്ത് നോക്കിയാലോ? 10നെ 3 ഭാഗങ്ങളാക്കിയാലോ? 10/3 വരുമ്പോൾ എന്ത് വരും? 3 ടൈംസ് അല്ലേ? 3 3 9, റിമൈൻഡർ 1. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 3 3 3 3 വരുമ്പോൾ എന്താണ്? 3 വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. 3 എന്ന് പറഞ്ഞാൽ 0.333 ആണ്, 3 ആണ്. അതായത് 3.333 ആണെന്ത്? 10/3 എന്ന് പറഞ്ഞാൽ. സോ 10/3യുടെ ഉത്തരം എന്താണ്? ഈക്വൽ പാർട്ടാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 3.333 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ഈ 0.333 വരയ്ക്കാൻ എന്താണ് ബുദ്ധിമുട്ടാണ്, നമുക്ക് സ്കെയിൽ എടുക്കാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നമുക്ക് ആദ്യം ഈ 10 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യുക? അങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, 10 സെൻറ്റിമീറ്റർ വരച്ചു. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 10 സെൻറ്റിമീറ്റർ വരയ്ക്കുക.
എ ബി എന്ന് പറയുന്നത് നമ്മൾ 10 സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് 3 തുല്യഭാഗങ്ങളാകണ്ടേ. അപ്പോൾ 3 തുല്യഭാഗങ്ങളാകാൻ നമുക്ക് 3 എടുക്കാം, 6 എടുക്കാം, 9 എടുക്കാം. അങ്ങനെ അളവിൻ്റെ എളുപ്പത്തിന് വേണ്ടി നമുക്ക് എന്തെടുക്കാം, 6 എടുക്കാം കേട്ടോ. എളുപ്പത്തിന് വേണ്ടി നമുക്ക് 6 എടുക്കാം. 6 സെൻറ്റിമീറ്റർ എടുത്ത് ചുമ്മാ 10 സെൻറ്റിമീറ്റർ നമ്മളിങ്ങനെ നീട്ടി വരച്ചില്ലേ, അതുപോലെ 6 സെൻറ്റിമീറ്റർ ചുമ്മാ എന്ത് ചെയ്യുക, അങ്ങോട്ട് വരയ്ക്കുക. വരച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ എ ബി സി, ഇത് സി ആണെന്ന് വെച്ചോ. ഇതിനെ 2 സെൻറ്റിമീറ്റർ വെച്ച് ഡിവൈഡ് ചെയ്യുമല്ലോ, ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ബിയും സിയും തമ്മിൽ എന്ത് ചെയ്യുക, ബിയും സിയും തമ്മിൽ കണക്ട് ചെയ്യുക. സിമ്പിൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. അത് അളവെടുക്കാനൊന്നും നിൽക്കണം. അടുത്ത് എന്ത് ചെയ്യും, സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നിങ്ങൾക്ക് പാരലൈൻസ് ഒക്കെ വരയ്ക്കാൻ അറിയാം. സെറ്റ് സ്ക്വയറും സ്കെയിലും ഇപ്പോൾ യൂസ് ചെയ്താണ് പാരലൈൻസ് വരയ്ക്കുന്നത്. സോ സെറ്റ് സ്ക്വയറും സ്കെയിലും യൂസ് ചെയ്ത് എന്ത് ചെയ്യുക, ഇതിന് പാരലായിട്ട് ഇങ്ങോട്ട് ഈ 10 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ലൈൻ വരയ്ക്കുക. അടുത്ത് രണ്ടാമത്തെ ലൈൻ വരയ്ക്കുക. നോക്കൂ, ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ 1, 2 അടുത്ത് മുറിയുന്നുണ്ട് അല്ലേ, ഈ രണ്ടിടത്ത് മുറിയുന്നുണ്ട്. അതായത് ഈ 10 സെൻറ്റിമീറ്ററിനെ 3 ഈക്വൽ പാർട്ടായിട്ട് മാറും. ഇത് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും, എക്സ് ആയിരിക്കും, ഇതെന്തായിരിക്കും, എക്സ് ആയിരിക്കും. ഇപ്പോൾ നമുക്കൊരു പേര് കൊടുത്താൽ ഡി ഇ എന്ന് വെച്ചോളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എ ഡി എന്തിന് തുല്യമായിരിക്കും, ഡി ഇക്ക് തുല്യമായിരിക്കും. ആ ഡി തന്നെ എന്തിന് തുല്യമായിരിക്കും, ബി ഇക്കും തുല്യമായിരിക്കും കേട്ടോ. ഇങ്ങനെ പാരലൈൻസ് വരയ്ക്കുക. എന്ത് ചെയ്യുക, 10 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കുക. അടുത്ത് 3 ഭാഗങ്ങളാക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ എളുപ്പത്തിന് എന്ത് ചെയ്യുന്നു, 2×3 6 സെൻറ്റിമീറ്റർ എടുക്കുന്നു. ഇത് 6 സെൻറ്റിമീറ്റർ ആണ്. 6 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്യുന്നു കേട്ടോ. ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആദ്യത്തെ വരെ എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. 10 സെൻറ്റിമീറ്ററിൻ്റെ ഒരു അറ്റവും 6 സെൻറ്റിമീറ്റർ മറ്റേ അറ്റവും കൂടെ എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. പിന്നെ ആ വരയ്ക്ക് പാരലായിട്ട് ഈ 2 സെൻറ്റിമീറ്റർ വരുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക, 10 സെൻറ്റിമീറ്ററിലേക്ക് വരകൾ വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 10 സെൻറ്റിമീറ്ററിനെ 3 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എ ഡി ഡി ബി എത്രയാണ്, 10/3 ആണല്ലേ. 10/3 അതായത് 3.333 സെൻറ്റിമീറ്റർ. ഓക്കെ എന്ന് നമുക്ക് കിട്ടും. അതാണ് ദേ ഈ കാണുന്ന ചിത്രത്തിലുള്ളത്. കണ്ടോ, നേരത്തെ ഇവിടെ പറഞ്ഞു തന്ന അളവ്, ഈ അളവായിട്ട് എന്ത് ചെയ്യും, കിട്ടും. ഇത് മൊത്തത്തിൽ എത്രയായിരുന്നു, ഇത് മൊത്തത്തിൽ 10 സെൻറ്റിമീറ്റർ ആണ്. 10 സെൻറ്റിമീറ്റർ വരെ നമ്മൾ ആദ്യം വരച്ച വരെ, എന്നിട്ട് അതിൻ്റെ ഒറ്റത്തിൽ നിന്ന് വരച്ച 6 സെൻറ്റിമീറ്റർ വരെയാണ് ഇത്. എന്നിട്ട് ഈ വരകൾ ഈ പോയിന്റും ഈ പോയിന്റും നമ്മൾ യോജിപ്പിച്ചു. എന്നിട്ട് ഈ വര വരച്ചതിന് ശേഷം അതിന് പാരലായിട്ട് വരച്ച വരെയാണ് ഇതും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും, അതിവിടെ തുല്യമായിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ സെക്ഷൻ്റെ ഡിസ്റ്റൻസ് തന്നെയാണ്, ഇത്രയും ഡിസ്റ്റൻസ് തന്നെയാണ് ഇതിനും വരുന്നത്, അത് തന്നെയാണ് ഇതിനും വരുന്നത് കേട്ടോ. ശരി, അപ്പോൾ ഇതാണ് ഇതിലൊരു കണക്ക്. നമുക്കിതിൽ വേറൊരു തമാശ എന്താണെന്ന് വെച്ചാൽ, ഈ കാര്യം നമ്മൾ ഇവിടെ നോക്കിയല്ലോ, ഇത് നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കാം. 10 സെൻറ്റിമീറ്റർ എന്താ വരുന്നത്, നമുക്കൊരു ചുറ്റളവ് വരുന്ന 10 സെൻറ്റിമീറ്റർ ചുറ്റളവ് വരുന്ന പെരിമീറ്റർ വരുന്ന ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ്. ഇങ്ങനത്തെ 10 സെൻറ്റിമീറ്ററിൻ്റെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് എളുപ്പമല്ലേന്ന് തോന്നും, പക്ഷേ ശരിക്കും ബുദ്ധിമുട്ടാണ്. കാരണം ഇക്വിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സമഭുജ ത്രികോണം ഉണ്ടാക്കുന്നതാണ്. സമഭുജ ത്രികോണം ഉണ്ടാക്കാൻ 3 ഭുജങ്ങളുടെ 3 സൈഡ്സിൻ്റെ അളവ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. 10 സെൻറ്റിമീറ്റർ ആണ് ചുറ്റളവ് വരേണ്ടത്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് എ ബി സി ആണെങ്കിൽ A+B+C എന്താണ്, 10 സെൻറ്റിമീറ്റർ. അത് കുഴപ്പമില്ല, A+B+C 10 സെൻറ്റിമീറ്റർ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ പറയുന്ന കണ്ടീഷൻ എന്താണ്, ഈ ട്രയാങ്കിൾ ഇക്വിലാറ്ററലായിരിക്കണം. അതായത് എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് സി എന്ന് പറയുന്നത് എന്താണ്, തുല്യമായിരിക്കണം. എയും ബിയും സിയും തുല്യമായിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇത് എ ആയിരിക്കണം, ഇത് എ ആയിരിക്കണം, ഇത് എ ആയിരിക്കണം. 3 എ ആണ്. അതായത് 3A = 10 ആയിരിക്കണം, 10 സെൻറ്റിമീറ്റർ. അപ്പോൾ എ എന്ത് വരും, 10/3 സെൻറ്റിമീറ്റർ വരും. എ എന്ന് പറയുന്നത് 10/3 സെൻറ്റിമീറ്റർ. 10/3 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ 3 3 1 അല്ലേ. അതായത് 3.333. ഇത് നമുക്ക് സ്കെയിൽ എടുക്കാൻ പറ്റുമോ, ഇല്ല, സ്കെയിലിൽ മെഷർ ചെയ്യാൻ പറ്റില്ല. ഇത്രയും അകലം 3.333 സെൻറ്റിമീറ്റർ നമുക്ക് സ്കെയിൽ എടുക്കാനേ പറ്റില്ല. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ തരത്തിലുള്ള ടെക്നിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഈ 10 സെൻറ്റിമീറ്ററിൻ്റെ കേസിൽ ഇതുപോലെ മുറിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിനെ ബേസ് ആക്കി എടുക്കുക. ഇപ്പോൾ ട്രയാങ്കിൾ വരയ്ക്കുക, എ ബി ഇത് ബേസ് ആണെന്ന് വെച്ചോളൂ. ഇതും എല്ലാം ഒരേ അകലമല്ലേ. ഈ ബ്ലൂ ലൈൻസ് എല്ലാം ഡിവിഷൻ, ഓരോ സെക്ഷനും എന്താണ്, ഒരേ അകലമല്ലേ. അപ്പോൾ
ഈ ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുക, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക, ഈ ഡിസ്റ്റൻസ് എടുക്കുക, ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യുക, ഒരു ആർക്ക് വരയ്ക്കുക. ഇത് നമ്മൾ യോജിപ്പിച്ച് എന്ത് കിട്ടും? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും കേട്ടോ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. പെരിമീറ്റർ 10 സെന്റിമീറ്റർ ആയ, ചുറ്റളവ് 10 സെന്റിമീറ്റർ ആയുള്ള എന്താണ്, സമഭുജ ത്രികോണം നമുക്ക് കിട്ടും. അതാണ് നമ്മൾ അടുത്ത ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ. അതായത് ഈ ഡിസ്റ്റൻസ്, ഇത് AB, ഇത് CD എന്ന് വെച്ചോളൂ. അപ്പോൾ ഈ CA മെഷർ ചെയ്തിട്ട് കോമ്പസ് ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ ആർക്ക് എടുത്ത് ഇങ്ങോട്ട് വരും. ഇവിടെ ആർക്ക് വരച്ചാലും മതി. ഇനി ഇവിടെ സെമി സർക്കിൾ വരച്ചിരിക്കുന്നു. എനിവേ അടുത്ത് കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഈ മെഷർ എടുക്കുക, എന്ത് ചെയ്യുക, ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കുക. ഇവിടെ ആർക്ക് വരച്ച് ഇവിടെ കണക്ട് ചെയ്താൽ മതിയായിരുന്നു. എനിവേ ഇവരുടെ സെമി സർക്കിൾ വരച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്ത് കിട്ടും, ഇതിനെ യോജിപ്പിച്ച് എന്ത് കിട്ടും, നമുക്ക് ഇങ്ങനെ കിട്ടുന്ന എന്താണ്, ഇത് P എന്ന് ഇരുന്നോട്ടെ. ABP എന്ന് പറയുന്ന സാധനം എന്താണ്, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണമാണ്. ഇവയുടെ വശങ്ങളുടെ നീളം എന്തായിരിക്കും, 1/3 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇവയുടെ പെരിമീറ്റർ എന്ത് വരും, ചുറ്റളവ് എന്ത് വരും, 10 സെന്റിമീറ്റർ എന്ന് വരും. ഇനി ഇതിൽ നമുക്കൊരു സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ക്വയർ ആണ് വരയ്ക്കാൻ പറയുന്നത്. ഇതുപോലെ 10 സെന്റിമീറ്ററിന്റെ ഒരു സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്കറിയാം 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, സമഭുജം, സമചതുരത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമാണ് അല്ലേ. സോ പെരിമീറ്റർ 10 സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് എന്താ, 4a is equal to 10, a is equal to 10/4. നമുക്കറിയാം 2.5 ആണ്. 2.5 സെന്റിമീറ്റർ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ട്, സ്കെയിലൊക്കെ എടുക്കാൻ എളുപ്പമുണ്ട്. എനിവേ ഞാൻ ഇവിടെ ഒരു ഫോർ എക്സാമ്പിളിന് ഞാൻ ഇവിടെ അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഇതിപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് വരയ്ക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് 10 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക. ഓക്കെ, പറഞ്ഞു തരുന്നതിന് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 10 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക. നമുക്ക് എത്ര ഭാഗങ്ങളാക്കണം, 4 അല്ലേ, 4 ഭാഗങ്ങളാക്കണം. അപ്പോൾ 4 × 2, നമ്മൾ എളുപ്പത്തിന് വേണ്ടിയാണ് 4 × 2 എടുക്കുന്നത്. 4 സെന്റിമീറ്റർ വരച്ച് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. 4 × 2 8 സെന്റിമീറ്ററിൻ്റെ ഒരു വര വരയ്ക്കുക. അതിനെന്ത് ചെയ്യുക, 2 സെന്റിമീറ്റർ വെച്ച് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ. ഓക്കെ, ഇത് മൊത്തം എത്രയാണ്, ഇത് മൊത്തം 8 സെന്റിമീറ്റർ ആണ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ മുകളിലെ തട്ടത്തിന് എന്ത് ചെയ്യുക, ഇതിനെ ഇതുമായിട്ട് എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ലൈൻ ആണ് കേട്ടോ, ഞാൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ആയി പോകുന്നുള്ളൂ. ഇവിടെ യോജിപ്പിക്കുക. അടുത്ത് ഈ ലൈനിന് പാരലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ലൈൻ ഇവിടെ നിന്ന് വരയ്ക്കുക, ഇവിടെ നിന്ന് വരയ്ക്കുക, ഇവിടെ നിന്ന് വരയ്ക്കുക. സോ ഈ കിട്ടുന്ന വരകൾ എന്തായിരിക്കും, ഇത് ഇത്രയും 2.5 ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ അളന്ന് നോക്കാം. 2.5 ഇങ്ങനെ ഒരു കണക്ക് നമുക്ക് ചുമ്മാ ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, അളന്ന് നോക്കാം. 2.5 സെന്റിമീറ്റേഴ്സ് വീതമായിരിക്കും. 2.5 സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിവിടെ ഇങ്ങനെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, കോമ്പസ് എടുത്തിട്ട് ഇതിനെ ഇവിടെ ആദ്യം പ്രൊട്രാക്ടർ വെച്ച് എന്ത് ചെയ്യുക, 90 ഡിഗ്രിയുടെ മാർക്ക് ചെയ്തൊരു ലൈൻ വരയ്ക്കുക. ഓക്കെ, പ്രൊട്രാക്ടർ വെച്ച് 90 ഡിഗ്രി മാർക്ക് ചെയ്ത് ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക. ഇവിടെ എന്ത് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഈ 2.5 ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക കോമ്പസ് വെച്ചിട്ട്. അടുത്ത് ഇവിടെ കോമ്പസ് വെച്ചിട്ട് ഈ 2.5നെ എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. ആദ്യം കോമ്പസ് ഇവിടെ വെച്ചിട്ട് ഈ 2.5നെ ഈ പെർപെൻഡിക്കുലർ, നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് വരച്ച് ഈ പെർപെൻഡിക്കുലറിലേക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. അടുത്തതിന് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇടവേ തമ്മിൽ യോജിപ്പിച്ച് എന്തിടുന്നത്, ഈ കിട്ടുന്ന സ്ക്വയർ എന്തായിരിക്കും, 10 സെന്റിമീറ്റർ പെരിമീറ്ററുള്ള സമചതുരമായിരിക്കും. 10 സെന്റിമീറ്റർ പെരിമീറ്ററുള്ള ചുറ്റളവുള്ള സമചതുരമായിരിക്കും നമുക്ക് കിട്ടുക. 10 സെന്റിമീറ്റർ ആയതുകൊണ്ട് നമുക്ക് ഈക്വലായിട്ട് എളുപ്പം പറയാം 2.5. നിങ്ങൾക്ക് ഒരു പരീക്ഷണത്തിന് വേണ്ടി നിങ്ങൾ ചെയ്ത് നോക്കൂ, കാരണം 2.5 കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഇനി കിട്ടുന്ന ചിലപ്പോൾ പരീക്ഷയിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒരിക്കലും 10 സെന്റിമീറ്റർ ആയിരിക്കും, കാരണം നിങ്ങൾ പെട്ടെന്ന് വരയ്ക്കും. 11 സെന്റിമീറ്ററോ 13 സെന്റിമീറ്ററോ അങ്ങനത്തെ അളവുകൾ തരുള്ളൂ. അപ്പോൾ 11 13 ഒക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 11/4 ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലേ. 11/4 ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, 2 3/4 എന്ന് പറഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് 2.75 എന്ന് പറഞ്ഞു വരും. 2.75 എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചെയ്യാൻ അത് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കണക്കാണ് കേട്ടോ, ബുദ്ധിമുട്ടായിട്ടുള്ള കണക്കാണ്. 2.7 നമുക്ക് എടുക്കാം. 2.75 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു വരിക. 2.7 സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് ഓക്കെ ആയിരുന്നു. ഈ 7.5 വരുമ്പോൾ എന്ത് ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇത് ഇത്രയും വർക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള എക്സാമ്പിളാണ്. നമുക്ക് ബാക്കി ഇനി അവർ വർക്ക് ചെയ്യാത്ത എക്സാമ്പിൾസ്, അത് തന്നിട്ടുള്ള നമുക്ക് സോൾവ് ചെയ്യാൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.
ഓക്കെ, സോ ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.